സത്യത്തിൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞു തുടങ്ങിയത് കൊലമൈത്രി പോലീസാക്കിയിരിക്കുകയാണ്. ചിലരൊക്കെ വിളിക്കാറുണ്ട് ഈ അദ്ദേഹത്തെ കാരണഭൂതൻ. കേരളത്തിലെ പോലീസിനെ നരനായാട്ടിൻ്റെ പോലീസാക്കി മാറ്റിയതിൻ്റെ കാരണഭൂതനായിട്ടാണ് പിണറായിയെ ചരിത്രം അറിയാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നാട്ടിൽ നന്മ ചെയ്തതിന് വേണ്ടിയിട്ടല്ല. ഇത്ര മൃഗീയമായിട്ടുള്ള അക്രമ സംഭവങ്ങളുണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ ഒരു നടപടി എടുക്കാതെ അഭംഗുരമായി തുടരട്ടെ എന്ന് മൗനാനുവാദം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ ഇത് എന്നുള്ളത് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള എന്തായാലും ഇവിടെ ഈ പ്രശ്നം സുജിത്തിൻ്റെ വളരെ ഭീകരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങി 2 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ എനിക്കറിയാം, ജീവിത ചുറ്റുപാടുകൾ, ആ പ്രാരബ്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇടയിൽ ഈ കേസ് നടത്തിക്കൊണ്ടുപോകാൻ ആത്മാർത്ഥത കാണിച്ചു, ധൈര്യം കാണിച്ചു. പോലീസിനോട് ഏറ്റുമുട്ടി ഇതിന് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ധൈര്യം വേണം. ആ ധൈര്യം കാണിച്ചു. വർഗീസ് സത്യത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കെല്ലാവർക്കും അഭിമാനമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് വർഗീസ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിട്ടുകൊടുക്കാതെ പോരാടി. വർഗീസ് എന്നോട് പറയായിരുന്നു, ഒരുപാട് പേരെ പ്രലോഭനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേസ് തീർക്കാം, എന്തും ചെയ്തു കൊടുക്കാം. പക്ഷെ അതിനൊന്നും വഴങ്ങാതെ ഈ ത്രിവർണ്ണ പതാകയുടെ അന്തസ്സും മാനവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വർഗീസും സുജിത്തും ഇവിടെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ഇവരെല്ലാം ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാവരും നടത്തിയിരിക്കുന്ന ഈ പോരാട്ടത്തിനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. സുജിത്തിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ടാകും. സുജിത്തിന് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് സഹായിക്കാൻ AICCയുടെ സംവിധാനം ഉണ്ടാകും. AICC സുജിത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുമെന്ന് എന്നോട് പറയുകയാണ്. ഞാൻ KPC പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ വർഗീസിൻ്റെ ഒരു ഇത്രയും വലിയ സേവനത്തെ അംഗീകരിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ഞാൻ PCC പ്രസിഡന്റിനോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വർഗീസിന് പാർട്ടിയിലൊരു പ്രൊമോഷൻ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്ത് സസ്പെൻഷന് 2 വർഷം കഴിഞ്ഞ് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ സർവീസിൽ തുടരാൻ ഒരു നിമിഷം പോലും അർഹരല്ല. ഇതിന് ഏതറ്റം വരെ നിയമപരമായി പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കും. മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും കരുണ എന്നൊരംശം മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ, അത് കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹവും, ആദ്യം അവർ സർവീസിൽ നിന്ന് പുറത്താക്കുമല്ലോ വേണ്ടത്. അപ്പോൾ അതിന് നോക്കട്ടെ എന്താണ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ വലിയൊരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ KPCCയുടെ പ്രൊഫൈലിൽ വെച്ചിട്ട് ഒരു പോസ്റ്റ് വരുന്നത് വലിയ വിവാദമാകും. അതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഇപ്പം അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും. അധികയും അതും ഇതുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യേണ്ട. ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ പറയാനാണ്, ഇവിടെ വീട്ടിൽ വെച്ചതാണ് സംസാരിക്കുന്നത്. സുജിത്തിൻ്റെ അമ്മയുണ്ട്. ഈ അമ്മയുടെ കണ്ണീരൊന്ന് കണ്ടാൽ മനസ്സിലാവും. സുജിത്ത് ഇവിടെയുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.